രാജി ഉണ്ടായിരിക്കുകയാണ്. എല്ലാം വെൽക്കം ചെയ്യണ്ടേ, എല്ലാ മാറ്റങ്ങളും നല്ലതല്ലേ. ഈ പലവിധ ആനുകൂല്യങ്ങൾ അംഗങ്ങൾക്ക് അല്ല, ലഭിക്കും. യുവതലമുറ കടന്നു വരും. അപ്പം ഇപ്പം തൽക്കാലം അത് കൊടുക്കും. യുവതലമുറയിലേക്ക് അധികാരം പോവാണ്. ജഗദീഷ് ചേട്ടൻ വീണ്ടും അല്ല, യുവതലമുറയിലേക്ക് അധികാരം മാറാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? ജഗദീഷ് ചേട്ടൻ യുവതലമുറയിലേക്ക് അധികാരം കൈമാറാൻ പോവാണ്. ദാറ്റ്സ് ഓക്കെ. എനിക്കറിയാവുന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. താങ്ക് യു. എല്ലാം പറഞ്ഞു. എനിക്കറിയാവുന്ന എല്ലാ കാര്യവും പറഞ്ഞു. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇത് ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന ചിത്രത്തിൻ്റെ വിജയാഘോഷം കഴിഞ്ഞിട്ട് വരികയാണ്. എനിക്ക് ഷീൽഡ് കിട്ടി, ഒരുപാട് സന്തോഷമുണ്ട്. അതല്ല, ഈ മാസീവായിട്ടുള്ള ഒരു രാജ്യം, മാസീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാസീവ് അല്ലേ? എല്ലാ കാര്യങ്ങളും മാസീവായിട്ട് നമ്മളെല്ലാം വളരെ യുവതലമുറയിലേക്ക് അധികാരം കൈമാറണമെന്നാണ് ബഹുഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായം. പക്ഷേ പൊതുസമൂഹത്തിൽ അത് ചോദിക്കും. പൃഥ്വിരാജ് ഇവിടെ ഉണ്ട്, പ്ലീസ്. ഞാൻ പറഞ്ഞെന്ന് പറയും, പൃഥ്വിരാജിനോട് ചോദിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. എന്താണ് കൊച്ചി കേരളത്തിൽ നടക്കുന്നത്? ഈ കൊച്ചി കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? കൊച്ചി കേരളത്തിൽ എന്ത് നടക്കുന്നത് കണ്ടില്ലേ? മലയാള സിനിമയില് ഓരോ വിവാദങ്ങൾ ആണോ? ഭയങ്കര വിവാദമാണോ? കണ്ടില്ലേ? ഒന്നും കണ്ടില്ലേ? ഞാൻ ചെറുതായിട്ടൊക്കെ കണ്ടു. അമ്മയിന്ന് മാസീവായിട്ട് രാജിവെക്കലും കാര്യങ്ങളൊക്കെയാണല്ലോ. രാജി ഇന്ന് വെച്ചല്ലേ? ഇന്ന് വെച്ച്. ഇനി ആര് നേതൃത്വത്തിൽ വരുമെന്ന് ആരെങ്കിലുമൊക്കെ വരും. ആരും വരാതിരിക്കില്ല, ആരെങ്കിലും വരും. സിനിമാ മേഖല പ്രതിസന്ധിയിലാകുമോ? ഒരു പ്രതിസന്ധിയില്ല. എന്തിനാ പ്രതിസന്ധി? ഇതൊക്കെ ഒരു ശുദ്ധി കലശമായിട്ട് കണ്ടാൽ മതി. ഇതൊക്കെ കാലങ്ങളായി കുറേ കാലം കഴിയുമ്പോൾ എല്ലാ മേഖലയിലും ഒരു ശുദ്ധി കലശം വരും. അതുപോലെ കണ്ടാൽ മതി. ഇതിന് അത്രേ ഉള്ളൂ. യുവതലമുറ വരട്ടെ, ആരെങ്കിലുമൊക്കെ വരണ്ടേ. പൃഥ്വിരാജ് അടുത്ത പ്രസിഡന്റ് ആണോന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അതായത് കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. പൃഥ്വിരാജിന് കൂടെ താല്പര്യം വേണ്ടേ? എന്തെങ്കിലും വരാൻ പറ്റും. ഈ സ്ത്രീ സുരക്ഷയാണല്ലോ ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ സംസാരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് സ്ത്രീകളുടെ സുരക്ഷ അവർ തന്നെയാണ് അവരുടെ സുരക്ഷ ഒരുക്കേണ്ടത്. മനസ്സിലായില്ലേ? അവർ തന്നെ ഒരുക്കണം. പുള്ളി കാരൊക്കെ സ്ഥലം വിട്ടേ. അപ്പോൾ വീണ്ടും എൻ്റെ അടുത്തോട്ട് വന്നേക്ക്. വല്ല പോയി കഴിക്കുക. അവിടെ പോയി എത്ര മണിക്കൂറായിട്ട് വിശന്നിങ്ങനെ നീങ്ങുന്നു. പോയി കഴിക്കണ്ടേ? അല്ല, ഈ മലയാള സിനിമയിൽ ഇതിന് മാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഒരു പ്രശ്നമില്ല. പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ. പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമുണ്ട്. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരാൾ കഴിയുമ്പോൾ അങ്ങ് വാങ്ങി പോകും. കാരവാനൊക്കെ ഇല്ലാതെ സിനിമ എടുക്കാൻ പറ്റുമോ? ഈ വെപ്പൊരി വേലത്ത് അങ്ങനെ ഇരിക്കും. അതൊക്കെ കാലത്തിൻ്റെ മാറ്റമാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ കാരവൻ വരും. ഇനി വേറെ പലതും വരും. ഈ സഹപ്രവർത്തകർക്കെതിരെ വളരെയധികം രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ സഹപ്രവർത്തകർക്കെതിരെ. അപ്പം അത് തെളിയിക്കട്ടെ. കരുതി കൂട്ടിയാണോ അല്ലെന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞവർ തെളിയിക്കണം, അത്രേ ഉള്ളൂ. അല്ലേ? നമുക്കിപ്പോൾ ആരെക്കുറിച്ച് വേണമെങ്കിൽ എന്ത് ആരോപണം വേണമെങ്കിലും ഉന്നയിക്കാം. പക്ഷേ തെളിയിക്കേണ്ടത് ആരോപിക്കുന്നവരുടെ ചുമതലയാണ്. അപ്പോൾ അത്രയും നാൾ ഇവര് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണോ ശ്രമിക്കുന്നത്? അല്ല, രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാണ് രാജിവെക്കുന്നത്? വെക്കണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊരു ഒളിച്ചോട്ടമായി പോയി. അങ്ങനെ രാജിവെക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു. ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്തതല്ലേ ഈ പിന്നെ ജനറൽ ബോഡി തിരഞ്ഞെടുത്തതല്ലേ ഈ കമ്മിറ്റി എന്ന് പറയുന്നത്. അവർ രാജിവെക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണോ രാജി? അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അവരോട് ചോദിച്ചാൽ അറിയാവുള്ളൂ. ഞാനാണിത് കമ്മിറ്റിയിലുണ്ടായിരുന്നു, ഞാൻ രാജിവെക്കില്ലായിരുന്നു. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ അമ്മ നാഥനില്ലാതിരിക്കുകയാണല്ലോ ഇപ്പോൾ നിലവിൽ. നാഥനൊക്കെ വരും. യുവതലമുറ വരണമെന്നൊരാഗ്രഹമുണ്ടോ? ആരെങ്കിലും വന്നോട്ടെ തന്നെ. പ്രാപ്തിയുള്ളവർ വന്നാൽ മതി. അതിന് യുവതലമുറ തന്നെ വേണമെന്നൊന്നുമില്ല. പ്രാപ്തിയുള്ളവർ വരട്ടെ. ഇപ്പം എല്ലാ കാലവും എല്ലാവർക്കും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. അത് മാറിക്കൊണ്ടിരിക്കും. അത് ലോക തത്വം അങ്ങനെയാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിയും. മതിയല്ലോ.